ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞു? വിഷു സ്പെഷ്യൽ. അപ്പം എല്ലാവർക്കും കുഞ്ഞുവിൻ്റെ ഇന്ത്യയും വിഷു ആശംസകൾ പറയും. എല്ലാവർക്കും ഇന്ത്യയും കുഞ്ഞുവിൻ്റെ വിഷു ആശംസകൾ. കുഞ്ഞുവിൻ്റെ നിങ്ങളെ വീട്ടിൽ വിഷു പരിപാടിയൊക്കെ എവിടെ എത്തി? പടക്കം പൊട്ടിച്ചോ? കണി ഒരുക്കിയോ? ചോദിക്കടാ. ഇവിടെ കുഞ്ഞു പടക്കൊക്കെ പൊട്ടിച്ചു, പൂച്ചെടി കത്തിച്ചു, ഒക്കെ പൊട്ടിച്ച് തവിട് പിടിയാക്കി. അവിടെ പൊട്ടിച്ചു. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ പറയൂ. കുഞ്ഞു മുഴുവനായിട്ട് കാണാൻ പറയൂ. ഇനിയും ജലദോഷം മൂക്കടപ്പം മാറിയിട്ടില്ല. അതിൻ്റെ വ്യത്യാസം കുറച്ച് മാറിയിട്ടില്ല, മുഴുവൻ മാറിയിട്ടില്ല. ഇതാണ് വിഷു സ്പെഷ്യൽ പുതിയ കുപ്പായ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അച്ഛൻ വാങ്ങിയതാണ്. അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായി കാണൂ. ബൈ. ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിഷുവാണ്. ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വിഷുവാണ്. ഇത് തലേ ദിവസത്തെ വിഷു ഒരുക്കങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഷു ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെയാണ്. തലേ ദിവസം തൊട്ടിട്ട് തലേ ദിവസം വൈകുന്നേരം മുതൽ വിഷു ദിവസം ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഷു ബ്ലോഗായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം വിഷു തുടങ്ങുന്നത് തലേ ദിവസം മുതലല്ലേ. അപ്പോൾ അങ്ങനെ ഞാനും കുഞ്ഞും കൂടി പച്ചക്കറിയൊക്കെ ഇരിക്കുകയാണ്. അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി, ഇത് വിഷുവിൻ്റെ അന്ന് സദ്യവട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള അവിൽ കഷ്ണമൊക്കെ ഞാനും കുഞ്ഞൊക്കെ നന്നായിട്ട് നുറുക്കണതാണ്. ഇങ്ങനെ നുറുക്കിയിട്ട് നമ്മൾ ഒരു ബോക്സിലെ ചുറ്റുമത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ രാവിലത്തെ പണികളൊക്കെ വേഗം കഴിയും. മറ്റേത് രാവിലെ കഷ്ണം നുറുക്കാനും ഇതിനൊക്കെ നിന്നാൽ നമ്മൾ പണി ഒതുങ്ങില്ല. നമുക്ക് വേണ്ട രീതിയിൽ ഫോട്ടോ എടുക്കാനും നല്ല ഡ്രസ്സ് ഇടാനും ഇതിനൊക്കെ വൈകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഓണായാലും രാവിലെ പണി ഒരുങ്ങാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വെറ്റണ കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കുക. ചിലതൊന്നും അങ്ങനെ നുറുക്കി വയ്ക്കാൻ പറ്റില്ലല്ലോ. ചിലതൊക്കെ അപ്പം നുറുക്കി അപ്പം വയ്ക്കില്ലേ. അപ്പോൾ വെറ്റാന കഷ്ണമൊക്കെ ഇങ്ങനെ നുറുക്കി വയ്ക്കും. ഞാൻ രാവിലെ വേഗം പണി ഒരുങ്ങും. മറ്റേത് രാവിലെ പണി ഒരുങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. 10-11 മണി കഴിയും. അപ്പോഴേക്കും നമുക്ക് ആകെ ഒരുമാതിരി ആവില്ലേ. വിഷുവിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് അപ്പോൾ പോകും. അത് കഴിഞ്ഞ് അതൊക്കെ ഫ്രിഡ്ജിലാക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറേ ഡ്രസ്സ് അതേമാതിരി ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ വിഷുണ്ട് വീടും തടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടല്ലേ വിഷു കണി വയ്ക്കുള്ളൂ. അപ്പം അതുകൊണ്ട് മാറാണ്ട് ചതുര ഒക്കെ തട്ടി ബെഡ്ഷീറ്റ് പുതപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ സോപ്പും പൊടിയിലൊക്കെ ഇട്ട് നല്ല തല്ലി തിരുമ്പി ഉണക്കി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഡ്രസ്സാണ്. അതിൻ്റെ ഇടയിൽ കുഞ്ഞു ക്യാമറയ്ക്ക് ഓപ്പോസിറ്റ് മറിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ മാറ്റിയതാണ് അവളെ. അത് കഴിഞ്ഞപ്പോൾ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല ബെഡിൽ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ഇത് താൽക്കാലമായിട്ടൊരു ബെഡ്ഷീറ്റ് വിരിക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ വിഷുവിനന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ പിന്നെ ജസ്റ്റ് വണ്ണം മാറ്റണം. അപ്പം ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടിട്ടുള്ളൂ. അതൊക്കെ തിരിഞ്ഞിട്ടില്ല. പിന്നെ നന്നായിട്ട് ഉള്ളൊക്കെ അടിച്ചു വരുന്നതാണ്. കാരണം രാവിലെ മൊത്തം അടിച്ച് തുടയ്ക്കുക, മറവൊക്കെ അങ്ങനെ കുറേ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജസ്റ്റ് കണി വയ്ക്കില്ലേ. അപ്പം അടിക്കുക, തുടയ്ക്കുക, വീടും പരിസരമൊക്കെ വൃത്തിയാക്കണമല്ലോ. അതുകൊണ്ട് ഉള്ളടിച്ചോരി പിന്നെ മുറ്റടിച്ചോരി പിന്നെ ഉള്ളിൽ തുടയ്ക്കുകയാണ്. നന്നായിട്ട് തുടച്ചിട്ടല്ലേ നമ്മൾ എല്ലാതും കഴിഞ്ഞിട്ടല്ലേ നമ്മൾ രാത്രിയല്ലേ ഒരു കണി ഒരുക്കി വയ്ക്കുക. അപ്പം നമ്മൾ വീട് നന്നായിട്ട് വൃത്തിയാവണ്ടേ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഉള്ളും അടിയും ഉള്ളിൻ്റെ എല്ലാ ഭാഗത്തും തുടച്ചു. അത് കഴിഞ്ഞ് ഞാൻ മേലെ കഴിയുമ്പോൾ പിന്നെ അട ഉണ്ടാക്കാനുള്ള കണിക്ക് വേണ്ടിയിട്ട് അട ഉണ്ടാക്കാനുള്ള മാവ് കുഴയ്ക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, വീഡിയോയ്ക്ക് ക്ലിയർ കമ്മിയായിരിക്കും. കാരണം രാത്രിയാണ്. പിന്നെ എൻ്റെ സാധാ ഫോണാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വീഡിയോയിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അങ്ങനെ ഞാൻ അട പരത്തുമ്പോൾ കുറച്ചെണ്ണം മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിക്കില്ലേ, അത് ശർക്കര ഇടാത്ത അടയാണ്. ഇവിടെ ഷുഗറുണ്ട് അമ്മയ്ക്ക് അച്ഛനൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പഞ്ചസാരല്ല, ഒരു നാളികേരം. എനിക്ക് കുഞ്ഞു നമ്മൾ കണി ഒരുക്കുമ്പോൾ കൃഷ്ണ ഭഗവാനും വേണ്ടിയിട്ട് കണ്ണനും വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അടയുണ്ട്. 2 അടയാണ് ഒരുമിച്ചിട്ട് തന്നെ കേട്ടോ വേവിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇതാ പുറത്ത് നല്ല പരിപാടി. അച്ഛനും കുട്ടിയും കൂടി ഇരുന്ന് പൂക്കുറ്റി കത്തിക്കുക.
അതേമാതിരി പന്തിത്തിരി കൂട്ടിയൊക്കെ കത്തിച്ച് ഗംഭീരാക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ആർഭാടൊന്നുമില്ല കേട്ടോ, കുറേശ്ശെ ഉള്ളത് കൊണ്ട് കുറേശ്ശെ ആഘോഷിക്കുന്നേ ഉള്ളൂ. അല്ല നിറച്ച ആർഭാടം കാണിക്കാനൊന്നുമില്ല, കുറേശ്ശെ കൊണ്ടല്ല. അതും ചെറിയ കഴിഞ്ഞ് നിലച്ചക്രം ചിലതൊന്നും കേട് വന്നു പോയി. ഇത് പിന്നെ നന്നായി കത്തുന്നു, പിന്നെ വീട്ടിലാണ് അതൊന്നും കത്തുന്നില്ല. ഇവിടുത്തെ പൈസയ്ക്ക് കുറ്റി ഇതാണ് കുഞ്ഞിൻ്റെ പേര്. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തുടങ്ങി കത്തില്ല, കാരണം വൈകുന്നേരം ആവട്ടെ എപ്പോഴാ രസം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി നിർത്തി കണിക്കുള്ള കൊന്നാണ് കണക്കിന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടേ ഉള്ളൂ, വീഡിയോ എടുത്ത് വയ്ക്കാൻ ഇഷ്ടമായി. അപ്പം നമ്മളുടെ കണി ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിലെന്തോ കണിക്കണ്ട ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, ഇതെന്താ ഒരു ലുക്കില്ലല്ലോ. ഇതാണ് ഞങ്ങളെ വീട്ടിലെ കണി, അതായത് വീട്ടിലുണ്ടായ സാധനങ്ങൾ മാത്രം വെക്കാനുള്ള കണിയാണ്. എല്ലാം ചക്ക മാങ്ങ എന്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട്, പിന്നെ എല്ലാതും ഉണ്ട്. പക്ഷേ ഓറഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പൂജിക്കണ സാധാ കൃഷ്ണൻ്റെ വിഗ്രഹമാണ്, അല്ലാതെ വലിയ കൃഷ്ണനൊന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള സാധാ ഒരു വിഷു കണിയാണ്. ഞാൻ പൊതുവേ പറഞ്ഞിട്ടില്ല, ആർഭാടമില്ലാത്ത സാധാ വിഷു, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സാധാ വിഷു. അത് കഴിഞ്ഞ് ഞാൻ വിഷുക്കണി രാവിലെ കണ്ടു, പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം വീഡിയോ എടുത്താൽ ആരുമില്ല. പിന്നെ ഞാൻ തന്നെ രാവിലെ കണ്ണ് തുറന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ആദ്യം നീച്ചൊന്ന് നേരെ സാക്ഷാൽ കൃഷ്ണനല്ലേ കാണുന്നത്, അപ്പം അത് നടന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുഞ്ഞൂനെ നീച്ചപ്പോൾ കുഞ്ഞൂനെ മത്തി കണ്ണൊക്കെ പൂട്ടി നന്നായിട്ട് കൃഷ്ണൻ കണി കാണിച്ചു. അപ്പോൾ അച്ഛൻ മനസ്സിൽ അതൊരു വർഷത്തെ കാലമാണ് എല്ലാവരും നേരെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ നേരത്തെ നീച്ചതല്ലേ, അപ്പോൾ കുളിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ. അതൊക്കെ വേഗം പോയി പല്ലേച്ച് കുളിച്ചു, ഞാൻ കുഞ്ഞും ഒപ്പം കുളിച്ചു. എന്നിട്ട് പിന്നെ അടുക്കളയൊക്കെ പറഞ്ഞില്ല, സാമ്പാർ ഒക്കെ വയ്ക്കാൻ അടുക്കള കുളിച്ചിട്ടാണ് അടുപ്പ് കൂട്ടിയത്. അപ്പോൾ അവൾക്ക് നേരെ കാണില്ല അറിഞ്ഞപ്പോൾ മേശപ്പുറത്ത് കയറ്റി ഇരുത്തി കാണിച്ചു. പിന്നെ എന്താ ഈ മേശപ്പുറത്ത് തന്നെ ഒരുക്കി വെച്ചാൽ നിങ്ങൾക്ക് 4 പുറം ഉറുമ്പ് ശല്യമുണ്ട്, അതേമാതിരി എലിശല്യമുണ്ട്. അപ്പോൾ അത് നിലത്ത് വെച്ചാൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകും, അതുകൊണ്ടാണ് ഞങ്ങൾ മേശപ്പുറത്ത് കണി ഒരുക്കി വെച്ചത്. ഞാൻ അവളോട് പറഞ്ഞു, നല്ല അമ്പാടിയെ പ്രാർത്ഥിച്ചോ, വാവുന്നുണ്ടാവില്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും അച്ഛമ്മയൊക്കെ വിഷു കൈനീട്ട് കൊടുക്കുകയാണ്. ഞാനും കൊടുത്തു കുഞ്ഞോട്, പക്ഷെ ഞാനത് വീഡിയോ വെട്ടി. അത് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ അവളെ റെഡിയാക്കണം. അവൾ പുതിയ കുപ്പായൊക്കെ അവൾക്ക് അച്ഛമ്മ വാങ്ങി കൊടുത്തതാണ് ഈ കുപ്പായം. അപ്പം അതുകൊണ്ട് അവൾ വന്നു കണ്ണും മുട്ടൊക്കെ കയറി തന്നെ എന്നെ സുന്ദരിയാക്കണം, എനിക്ക് ഫോട്ടോ എടുത്ത് അച്ഛനെ അയച്ചു കൊടുക്കണം, എനിക്ക് കൊന്നപ്പോണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അമ്മയ്ക്ക് കണ്ണ് കയറി കാട്ട് ഇത്രയായില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കണ്ണും മുട്ടൊക്കെ എഴുതി നല്ല സുന്ദരിയായിട്ട് എനിക്ക് പിന്നെ വിഷു കോടിയൊന്നുമില്ല, സാധാ വീട്ടിലുള്ള ഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ വിഷുവായിട്ടുള്ള പരിപാടി കുട്ടികൾക്കല്ലേ ഉള്ളൂ. അപ്പോൾ 2 പുറത്തേക്കും കണ്ണൊക്കെ എഴുതണം പറഞ്ഞപ്പോൾ എഴുതി കൊടുത്തു. നല്ല ഇഷ്ടമാണ് വിശേഷ ദിവസങ്ങളൊക്കെ ഒരുങ്ങാനും അടിച്ചു പൊളിച്ച് സ്റ്റൈലായിട്ട് നടക്കാനും കുഞ്ഞിന് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അവൾക്കൊക്കെ റെഡിയാക്കി കൊടുത്തു. ഞാൻ പിന്നെയും പറയാണ്, വീഡിയോ മുഴുവനായി കാണണം. പിന്നെ വലിയ ക്ലിയർ ഉണ്ടാവില്ല, അത് ഞാൻ പറഞ്ഞില്ല. സാധാ ഫോണാണ്, ഐഫോണിലൊന്നും അല്ല, സാധാ ഓപ്പോ ഫോണിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. വ്യത്യാസമില്ല. അത് കഴിഞ്ഞൊരു ഷോ കാണിക്കുകയാണ്, പുതിയ കുപ്പായിട്ടിട്ട് വട്ടം കറങ്ങണ ഷോ കാണിക്കുകയാണ്. അവളെ കുറേ ഫോട്ടോയും പല രീതിയിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ കാട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ പോയി അവൾ വിചാരിക്കുന്നത് വേറെ, അവൾക്ക് കിട്ടുന്നത് വേറെ, ആ രീതിയിലാണ് പോസ്റ്റ്. ശരിയായില്ല, എന്നെ കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുകയാണ് വീഡിയോ ഫോട്ടോ ഇങ്ങനെ നിൽക്കുക. പഴയൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് ചെറിയ കുട്ടിയാകുമ്പോഴുള്ളത്. അപ്പം അതേമാതിരി വേണമെന്ന് പറഞ്ഞ് അവൾ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നപ്പോൾ കാണണം. അപ്പം ഞാനത് വീഡിയോ വേണ്ടോന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഞാനത് വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊന്നപ്പോൾ ഇങ്ങനെ മുഖത്തിട്ടിട്ട് ഇങ്ങനെ തട്ടിത്തടഞ്ഞ് വരുന്ന ആ ഒരു പോസാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് കിട്ടുന്നില്ല, കിട്ടണോളമുള്ള പരിപാടി കണ്ടോ, ഇങ്ങനെ കാണിക്കുക, കിട്ടണോളുള്ള പരിപാടിയാണ് കാണിക്കണത്. അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് അച്ഛന് ഫോട്ടോ അയക്കാണ്. എനിക്ക് ചെറിയ ചുമണ്ട് കേട്ടോ. അങ്ങനെ കൊന്നപ്പോണ്ട് അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട്
അവൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ ഞാൻ അവൾക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വേറെ പോകും. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ വൃത്തിയായി നല്ല ഭംഗിയിലാക്കിയിട്ടേനു. അപ്പോൾ ഇത്ര വരെയുള്ളൂ വിഷു കാഴ്ച. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വിഷു സദ്യ കഴിച്ചു. അവൾ അച്ഛനെ തിന്നു, ഞാനും ഇരുന്നു. എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു. ഇനി ഒരു ദിവസം വരുന്നതാണ്.